വിവാദങ്ങൾ തുടരുമോ എന്നുള്ളതാണ്. ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണത്തിലെ വൈകാരികമായ തലം ഏറെ അപകടമുണ്ടാക്കുന്നതൊന്നാണ് എന്നാണ് എൻ്റെ പക്ഷം. ഈ കേസിൻ്റെ നാൾവഴികൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതൊരു രാഷ്ട്രീയ വിവാദമായി ഉയർന്നു വന്ന കേസാണോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ ഏതെങ്കിലും ഒരു മാധ്യമമോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സൃഷ്ടിച്ചു കൊണ്ടുവന്ന ഒരു കേസല്ല ഇത്. നമ്മളടക്കമുള്ളവർ ഒരു കോമൺ ബൈറ്റാണ് റിനി ആൻഡ് ജോർജിൻ്റെ എടുക്കുന്നത്. അതിനുശേഷമാണ് റിനി നമ്മുടെ ചാനലിൽ വന്ന് ഈ കാര്യങ്ങൾ പറയുന്നത്. ബാക്കി എല്ലാ ചാനലുകളിലും റിനി പോയി പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. കോമൺ ബൈറ്റ് എല്ലാ മാധ്യമങ്ങൾക്കുമായിട്ടാണ്. റിനിയാണല്ലോ ഇത് പൊട്ടിക്കുന്നത്. അതിനും 2 ആഴ്ച മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് മറ്റൊരു മാധ്യമത്തിലെ ഒരു പ്രവർത്തകയുമായി ബന്ധപ്പെട്ട ഒരു അഭ്യൂഹം പ്രചരിച്ചിരുന്നു. ഒരു മുഖ്യധാര മാധ്യമം, റിപ്പോർട്ടർ ടിവിയും അടക്കമുള്ള ഒരു മാധ്യമവും അത് ഏറ്റെടുത്തില്ലെന്ന് മാത്രമല്ല, അത് 2 വ്യക്തികളുടെ സ്വകാര്യ വിഷയം എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത്. അത് പരാതി ഇല്ലാത്തിടത്തോളം കാലം, അതിൻ്റെ രേഖകൾ പുറത്തു വരാത്തിടത്തോളം കാലം അതൊരു കെട്ടുകഥ മാത്രമാണ് എന്നാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. വാസ്തവം അങ്ങനെയല്ല എന്ന് നമ്മൾ ഓരോരുത്തർക്കും അറിയാം വ്യക്തിപരമായി. പക്ഷേ അതൊരു വ്യക്തിയുടെയും മറ്റൊരു വ്യക്തിയുടെയും ചോയ്സിൻ്റെ പ്രശ്നമാണ്. രണ്ടാമത്തെ കേസ് വരുന്ന സമയത്ത് റിനി ആൻഡ് ജോർജിൻ്റെ കാര്യത്തിൽ അവരിത് മറ്റ് കൗമുദി എന്ന് പറയുന്ന ഒരു ചാനലിൽ യൂട്യൂബിൽ കൊടുത്തൊരു അഭിമുഖമാണ് വിവാദമാവുന്നത്. അവിടെ ഏതെങ്കിലും ഒരു മാധ്യമം മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതല്ല, അതിൽ നിന്ന് ഒരുപാട് ഓൺലൈൻ വിവരങ്ങൾ വരികയാണ്. എന്നിട്ടാണ് നമ്മളെപ്പോലുള്ള ദൃശ്യമാധ്യമങ്ങൾ എല്ലാവരും ഒരുമിച്ചൊരു പ്രതികരണം തേടുന്നത്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിതിൻ്റെ ചരിത്രം പറഞ്ഞത്. അതിനുശേഷമാണ് റിനി ആൻഡ് ജോർജിൻ്റെ വെളിപ്പെടുത്തൽ വരുന്നത്. പക്ഷേ അവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ വളരെ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള എന്നൊറ്റ സൂചനയിലൂടെ അത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റി. അതിനുശേഷമുള്ള ആരോപണങ്ങൾ വന്നു. പ്രതിപക്ഷ നേതാവിനോടക്കം ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു എന്ന് വന്നു. പിറ്റേ ദിവസം പ്രതിപക്ഷ നേതാവ് അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്, അത് സമ്മതിക്കുന്നു. ഞാനൊരു പിതൃവാത്സല്യത്തോടു കൂടി ആ പ്രശ്നം പരിഹരിച്ചു എന്നാണ് പറഞ്ഞത്. അത് 3.5 വർഷം മുമ്പ് കൊടുത്തൊരു പരാതിയാണെന്ന് ഓർമ്മിക്കണം. അതിനുശേഷമാണ് പിന്നീട് ശബ്ദരേഖകൾ വരുന്നത്, പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നത്. ഇന്നും മറ്റൊരു ചാനലിൽ ഒരു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ വരുന്നത്. ഇതൊന്നും രാഷ്ട്രീയ പ്രേരിതമായി സംഭവിക്കുന്നതല്ല. ഒരാൾ വെളിപ്പെടുത്തി തുടങ്ങിയാൽ ഹേമ കമ്മിറ്റിയിൽ എന്താണോ സംഭവിച്ചത് സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും. അത് കേൾക്കുന്ന ആളുകൾക്ക്, ഇരകൾക്ക് ട്രിഗർ ഉണ്ടാവും. 10ഓളം പെൺകുട്ടികളുടെ പരാതികൾ വ്യത്യസ്ത ഫോറങ്ങളിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു യുവ MLA ആണ് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവേ, അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ ഹൃദയം വേദനിച്ചുകൊണ്ടാണ് ഞാൻ ആ തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കല്പം ഹൃദയം വേദനിച്ചു. കാരണം 10ഓളം പെൺകുട്ടികൾ തന്നെ ലൈംഗിക ആവശ്യത്തിനു വേണ്ടി സമീപിക്കുകയോ പലതരത്തിൽ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുകയോ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് വിളിക്കുകയോ ചെയ്തു എന്നു പറഞ്ഞ ഒരു യുവ MLA പുറത്താക്കുന്നതിന് താങ്കൾക്ക് ഹൃദയവികാരം ഉണ്ടായെങ്കിൽ, ഹൃദയവേദന ഉണ്ടായെങ്കിൽ ആ ഹൃദയവേദന അത് അല്പം പരിശോധിക്കേണ്ട ഹൃദയവേദനയാണെന്നാണ് എൻ്റെ ടേക്ക്. കാരണം താങ്കളെപ്പോലൊരു പ്രതിപക്ഷ നേതാവിന് അങ്ങനെയല്ലല്ലോ ഹൃദയവേദന സംഭവിക്കേണ്ടത്. മകളെപ്പോലെയല്ലേ ആ പെൺകുട്ടിയെ താങ്കൾ കരുതിയിരുന്നത്? ആ പെൺകുട്ടിയെ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് വിളിച്ചപ്പോൾ താങ്കൾക്ക് ആ ഹൃദയവേദന ഉണ്ടായിരുന്നില്ലേ? ആ പെൺകുട്ടിയോട് അനുചിതമായ സംഭാഷണം നടത്തിയപ്പോൾ താങ്കൾക്ക് ഹൃദയവേദന ഉണ്ടായിരുന്നില്ലേ? ആ ശബ്ദരേഖയിൽ പറയുന്നത് പോലെ തനിക്ക് ജനിച്ച കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി പറയുമ്പോൾ ആ ഹൃദയവേദന ഉണ്ടായില്ലേ? അത് പറഞ്ഞ ഒരാളെ ആ അർത്ഥത്തിൽ പല ആളുകളും ഇപ്പോൾ പെർവേർട്ടഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് പലരും സംശയിക്കുന്ന ഒരു യുവ MLA പുറത്താക്കാൻ ഹൃദയവേദന വരുന്നുണ്ടെങ്കിൽ അതിനെന്തോ ഒരു കുഴപ്പമുണ്ട് എന്നാണ് എനിക്ക് പ്രാഥമികമായി തോന്നുന്നത്. ഇനി രണ്ടാമത്, അങ്ങ് പറഞ്ഞിരിക്കുന്ന ബോംബ്, അങ്ങ് യഥാർത്ഥത്തിൽ ഇന്ന് അങ്ങേക്കറിയാമായിരുന്ന മുഴുവൻ കാര്യങ്ങളും മാധ്യമങ്ങളോട് പറയണമായിരുന്നു. ഇത് സാധാരണ ചാനലുകളും ഒക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. സ്കൂപ്പുകൾ കൊണ്ടുവരുന്ന പത്രങ്ങളും ജേർണലിസ്റ്റുകളും ഒക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. നാളെ 10 മണിക്ക് ഞങ്ങളൊരു പ്രധാന വാർത്ത ബ്രേക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്ന് പല വാർത്തകളും സ്വാഭാവികമായി നമ്മൾ അടുത്ത 1 മണിക്കൂറിനൊരു പ്രധാന വാർത്ത വരുന്നു. അത് കൂടുതൽ ആളുകളെ നമ്മുടെ ടെലിവിഷൻ സ്ക്രീനിന് മുന്നിലേക്ക് എത്തിച്ച് ആ വാർത്ത അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ എല്ലാവരുടെയും ഒരു രീതിയാണ്. അങ്ങനെയാണല്ലോ വാർത്ത ബ്രേക്ക് ചെയ്യുക. നാളെ 1 മണിക്ക് ഒരു പ്രധാന വാർത്ത വരുമെന്ന് പറഞ്ഞാൽ ആളുകൾ കൗതുകത്തോടെ കാത്തിരിക്കും. ഇതങ്ങനെ കൗതുകത്തോടെ കാത്തിരിക്കേണ്ട ഒന്നല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. സർ, അങ്ങ് പൊട്ടിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഉൾപ്പെടുന്ന വിഷയമാണെങ്കിൽ ആ സ്ത്രീയുടെ വിഷയം 24 മണിക്കൂർ മുമ്പ് പൊതുമണ്ഡലത്തിൽ എത്തിച്ച് ആ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാനാണ് അങ്ങേപ്പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ ശ്രമിക്കേണ്ടത്. നിശ്ചയിച്ച സമയവും തീയതിയും കുറച്ചൊരു ബ്രേക്കിംഗ് വാർത്ത വരുന്നത് പോലെ ഇതാ വരാൻ പോകുന്നുവെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ അതിൻ്റെ മറുതലക്കൽ നിൽക്കുന്നത് ഒരു പെൺകുട്ടിയുടെ വിഷയമാണെങ്കിൽ, ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുകയോ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയോ പെൺകുട്ടിയെ അപമര്യാദയെ പെരുമാറുകയോ ചെയ്ത വിഷയമാണെങ്കിൽ ആ പെൺകുട്ടിക്ക് നിഷേധിക്കപ്പെട്ട നീതി അങ്ങ് വൈകിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവെ. അങ്ങ്
അത് മറന്നുപോയി. അവിടെയാണ് അങ്ങയുടെ ഈ വൈകാരികമായ പ്രതികരണത്തിൽ സംഭവിച്ചു പോയൊരു പാളിച്ചയെ ഞാനിത് മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലല്ലോ ആ കാര്യങ്ങളെ സമീപിക്കേണ്ടത്. ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവായ അങ്ങ് വളരെ പക്വതയോടുകൂടി ഈ കാര്യങ്ങളെ സമീപിക്കുകയും ശരി ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുത്തു, ഇനി അതിനുശേഷം നിരപരാധിത്വം തെളിയിച്ചാൽ മാത്രം തിരിച്ചെടുക്കും, ഇല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്താണ് അയാൾ എന്ന നിലപാടെടുത്തോളൂ. പക്ഷേ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലാണ് പറയുന്നത്. അതും ഒരു പ്രത്യേക ആക്ഷനോട് കൂടിയാണ്. പണ്ടിതേപോലെ ഒരു ആക്ഷൻ കാണിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി, അല്ലേ? ഒരു പ്രത്യേക ആക്ഷൻ എന്ന് പറയുന്ന പോലെ ഒരു ആക്ഷൻ കാണിച്ച പോലെ. അങ്ങനെ പറയുകയല്ലല്ലോ പ്രതിപക്ഷ നേതാവേ അങ്ങയുടെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി നാളെ അങ്ങ് പറയാൻ പോകുന്ന ഇതല്ല. അങ്ങേക്ക് കുറച്ചുകൂടി വിവരങ്ങൾ ശേഖരിക്കണം എന്നുള്ളതാണെങ്കിൽ അങ്ങ് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നാളെ ശേഖരിക്കുന്ന വിവരങ്ങൾ തെറ്റായി പോയാൽ അങ്ങേക്കത് പറയാൻ കഴിയുമോ? നേരത്തെ ജിമ്മി സൂചിപ്പിച്ചതുപോലെ അങ്ങയുടെ വാക്കുകളെ ആരെങ്കിലും വിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ? അതാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം. ഇതൊരു ക്രെഡിബിലിറ്റിയുടെ വിഷയം കൂടി ഉണ്ടെന്നേ പ്രധാനപ്പെട്ട ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ. ഇനി അങ്ങ് പറഞ്ഞ BJP-യുടെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം BJP-യുടെ കയ്യിൽ ഇരുന്ന് നേരത്തെ പൊട്ടി അത് ചീറ്റിപ്പോയ ഒരു കേസ് അവിടെയുണ്ട്. അത് പാലക്കാട്ട് C. കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബ വഴക്കുമായി ബന്ധപ്പെട്ട് ഉയർന്നൊരു ആരോപണമുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് തൊട്ടുമുമ്പുള്ള തെരഞ്ഞെടുപ്പിലും ഒക്കെ സ്ഥിരമായിട്ട് എതിരാളികൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം, അതിൽ കഴമ്പില്ലെന്ന് കണ്ട് അന്വേഷിച്ച് തള്ളിക്കളഞ്ഞൊരു വിഷയമാണ്. അതാണോ താങ്കൾ ഉന്നയിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതാണ് ഉന്നയിക്കാൻ പോകുന്നതെങ്കിൽ അത് നേരത്തെ ചീറ്റിപ്പോയൊരു പടക്കമാണ്. ഇനി CPM-മായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങ് ഏതെങ്കിലും ഒരു നേതാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രി ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് അങ്ങേക്ക് അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങത് വൈകിപ്പിക്കുന്നതിന് ഒട്ടും നീതീകരണമില്ല എന്നതാണ് ഞങ്ങളുടെ ടേക്ക്. കാരണം ഒരു പ്രതിപക്ഷ നേതാവോ ഒരു മന്ത്രിയോ രാഷ്ട്രീയ നേതാവോ ഉദ്യോഗസ്ഥനോ അങ്ങനെയല്ല പെരുമാറേണ്ടത്. ഒരു ചാനൽ പ്രവർത്തിക്കുന്നത് പോലെയോ ഒരു പത്രം അതിൻ്റെ സ്കൂപ്പ് കണ്ടെത്തി നിശ്ചയ സമയത്ത് വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് പോലെയോ അല്ല ഒരു രാഷ്ട്രീയ നേതാവ് ആ വിഷയത്തിൽ പ്രതികരണം നടത്തേണ്ടത്. അതൊരു പക്ഷേ അങ്ങ് വൈകാരികമായി അതിന് അടിപ്പെട്ടതുകൊണ്ടാവാം. ഇപ്പോൾ ഈ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സന്ദിഗ്ധാവസ്ഥയുണ്ട്, അതുകൊണ്ടാവാം. ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാം. ജോസ് തെറ്റിൽ എന്ന് പറയുന്നൊരു നേതാവിനെ കുറിച്ച് നമ്മൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ജോസ് തെറ്റിൽ എന്ന് പറയുന്നൊരു നേതാവിനെതിരെ ഉയർന്ന ആരോപണം എന്തായിരുന്നു? പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ? അന്ന് ജോസ് തെറ്റിൽ MLA ആയിരുന്ന സമയത്ത് 2021 എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് അദ്ദേഹം ഒരു ഫ്ലാറ്റിലേക്ക് പോവുകയും അവിടെ അവരുടെ ഉഭയസമ്മത പ്രകാരമുള്ളൊരു ബന്ധമുണ്ടാവുകയും ചെയ്തു. അതൊരു ട്രാപ്പായിരുന്നു. പക്ഷേ അന്ന് ഉയർന്ന ആരോപണം ജോസ് തെറ്റിയിൽ പീഡിപ്പിച്ചു എന്നാണ്. അന്ന് ആ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ ജോസ് തെറ്റിയിൽ നഷ്ടപ്പെട്ടത് എന്താണെന്ന് അറിയാമല്ലോ? ഒരു വലിയ രാഷ്ട്രീയ ജീവിതമാണ്. പക്ഷേ അതിനുശേഷം അത് തെളിഞ്ഞു. എന്താ തെളിഞ്ഞത്? സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ദാറ്റ് വാസ് എ ട്രാപ്പ്. അവരതിൽ ട്രാപ്പ് ചെയ്യുകയായിരുന്നു. ഇന്ന് താങ്കൾ വൈകാരികമായി നടത്തിയ ഈ പ്രതികരണത്തിൻ്റെ ഭാഗമായി ഇത് ട്രിഗർ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഇടതുപക്ഷത്തു നിന്നുള്ള ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ ചില വീഡിയോകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. രമേശ് ചെന്നിത്തലയെ മറുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു തുടങ്ങിയിരിക്കുന്നു. അവിടെ ആ പരാതിക്കാരിയായ സ്ത്രീ ഈ രമേശ് ചെന്നിത്തലയെ വിളിച്ച് ഫോണിൽ സംസാരിക്കുന്നതിൻ്റെ ചില ശബ്ദ സംഭാഷണം പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ അവൻ രമേശ് ചെന്നിത്തല എന്ത് പിഴച്ചു? ഇക്കാര്യത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇപ്പോൾ VD സതീശൻ നടത്തിയ പ്രതികരണത്തിൻ്റെ അമ്പ് പോയി കൊണ്ടിരിക്കുന്നത് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്കാണ്. അതിൻ്റെ ഭാഗമായി അടുത്ത വീഡിയോകൾ പുറത്തു വരുന്നു എന്ന് പറയുന്നു. ഇത് ട്രിഗർ ചെയ്യാൻ പോകുന്നത് ആരെയായിരിക്കും? മറുപക്ഷത്തെ ആയിരിക്കില്ലേ? സ്വാഭാവികമായും മറുപക്ഷം ഇത്തരം ആയുധങ്ങൾ തേച്ചു മിനുക്കി എടുക്കില്ലേ? എല്ലാ പാർട്ടികളും വിൻസെൻറ്റിൻ്റെ ആരോപണം എടുക്കില്ലേ? എൽദോസ് കുന്നപ്പള്ളിയുടെ ആരോപണം പുറത്തു കൊണ്ടുവരില്ലേ? അത് പാർട്ടിക്ക് ഗുണകരമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് കണക്കാക്കുന്നുണ്ടോ? അതോ ഇനി പാർട്ടിക്കുള്ളിലെ ആരെങ്കിലും ഉന്നം വെച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണോ എന്നതും ഒരു സംശയം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഒരു സത്യാനന്തര കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള സമൂഹ മാധ്യമത്തിലെ ആളുകൾ നാളെ 9 മണിക്ക് ഞങ്ങളൊരു കാര്യം പറയും എന്ന് പറയുന്നത് പോലെ അല്ല ഒരു രാഷ്ട്രീയ നേതാവ് പ്രതികരിക്കേണ്ടിയിരുന്നതെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അങ്ങേക്കത് അറിയാമെങ്കിൽ എത്രയും പെട്ടെന്നത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഏത് വിഷയമാണെങ്കിലും അതിന് പിന്നിലൊരു അനീതിയുടെ അംശം ഉണ്ടാകുമല്ലോ, അത് വൈകിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആ അനീതി എത്രയും പെട്ടെന്ന് തുറന്നു കാട്ടുക. ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അങ്ങ് പറയുന്നതിന് രേഖകൾ ഉണ്ടെങ്കിൽ, അതൊരു ശബ്ദ സംഭാഷണമാണെങ്കിൽ, അത് ഒറിജിനലാണെന്ന് അങ്ങേക്ക് ബോധ്യമുണ്ടെങ്കിൽ, അങ്ങയുടെ സോഴ്സിന് ഉറപ്പുണ്ടെങ്കിൽ അത് ഞങ്ങൾ സംപ്രേഷണം ചെയ്യാൻ തയ്യാറാണ്. അത് CPM-നെതിരാണെങ്കിലും ശരി, BJP-ക്കെതിരാണെങ്കിലും ശരി. പക്ഷേ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടാവണം, അത് വൈകാതെ തന്നെ വേണമെന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. അതല്ലാതെ വൈകിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേർന്ന വിഷയമേ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.